ഒരു ജ്യോത്സ്യന്റെ നാട്ടക്കുറിയുമില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ കല്ലുകളോ മരങ്ങളോ ജിന്നോ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവലംബിക്കുന്ന കേന്ദ്രങ്ങളായിട്ടില്ല. നേരെ മറിച്ച് ഏകനായ അള്ളാഹുവിനെ അവലംബിച്ചതിന്റെ പേരിലാണ്, ഐക്കല്ലുകൾ വലിച്ചെറിഞ്ഞതിന്റെ പേരിലാണ്, അതുപോലെ ഊതിക്കെട്ടിയ നൂൽക്കൂട്ടങ്ങളെ വലിച്ചെറിഞ്ഞതിന്റെ പേരിലാണ് ഏകനായ ഇലാഹിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇബാദത്ത് കൊണ്ടും ചിന്ത കൊണ്ടും റജാവ് കൊണ്ടും ഖൗഫ് കൊണ്ടും കേന്ദ്രീകരിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെ വഹാബികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ വഹാബികളാണ്. ആ ഒരു അലയൊലി അത് യഥാർത്ഥത്തിൽ അത് ചെന്നു ചേർന്നത് നമ്മെ മാത്രമല്ല, നേരെ മറിച്ച് ഈ പട്ടിക്കാടിന്റെ മതിലകത്തേക്ക് കടന്നു ചെന്നു, ജാമിഅ നൂരിയയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നു, അതുപോലെ ചെമ്മാട് ദാറുൽ ഹുദയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നു, നന്ദി ദാറുസ്സലാമിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നു, മർക്കസു സഖാഫത്ത് സുന്നയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നു. ഈ പറയുന്ന എല്ലാ വിഷവാതകങ്ങളും പുറത്തേക്ക് നിർഗളിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളിലേക്കെല്ലാം ഈ തൗഹീദിന്റെ പ്രസരണമുണ്ടായി. മനസ്സിലാക്കണം, അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായി, അതിന്റെ പരിവർത്തനം ഉണ്ടായി. അതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്.